ഹലോ പത്മ, ഉമാമഹേശ്വരി എന്ന ഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. പരാതിയൊന്നും വേണ്ട. നിനക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാറുന്നല്ലോ. വിളിച്ചോ? പരാതിയില്ല, ചെറിയൊരു പരിഭവം. പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? അല്ല, മകനിപ്പോ സിംഗപ്പൂരിൽ തന്നെയാണോ? അവൻ നാട്ടിലുണ്ട്, ലീവിന് വന്നിരിക്കുക. ഏട്ടൻ പിന്നെ ബഹ്റിനിൽ തന്നെ. താനെന്നാ ഇങ്ങോട്ട് ഇറങ്ങുന്നേ? അതൊക്കെ സൗകര്യം പോലെ ഞാൻ ഇറങ്ങാം. ഇപ്പൊ ഞാൻ വിളിച്ചതേ, ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് താൻ നിർബന്ധമായിട്ട് എത്തണം. മോനെയും കൂട്ടണം. എന്ത് ഫംഗ്ഷൻ? എന്റെ ഇളയ മകളില്ലേ വേദ, അവളുടെ ബർത്ത്ഡേയാ. നമ്മളും കുറച്ച് ഫാമിലി ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. താൻ വരില്ലേ? വേദയ്ക്കിപ്പോ വയസ്സെത്രയാ? ഷീസ് 21. വേദയുടെ കാര്യത്തില് നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്, താൻ മറന്നോ? അത് താൻ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിക്കിടയിൽ പറഞ്ഞതാണെങ്കിലും ഞാനത് വിട്ടിട്ടില്ല. വേദ എന്റെ മകന് വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് മറന്നോ? അയ്യോ, ഞാൻ ഈ തിരക്കിനിടയിൽ അങ്ങനെ ഒരു കാര്യം മറന്നു. എങ്കിൽ പിന്നെ ഇന്നത്തെ ഫംഗ്ഷനിൽ നമുക്കത് ഒന്നുകൂടി ഓർത്തെടുക്കാം. ഞാനും ദീപക്കും കൂടി വരാം. പക്ഷേ ഞങ്ങള് വരുന്നത് ബർത്ത്ഡേക്കല്ല, ഒരു പെണ്ണ് കാണലിനാ. പെണ്ണ് കാണലിനോ? അവര് പിള്ളേര് തമ്മിൽ സംസാരിക്കട്ടെ, എന്നിട്ട് അവർക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അവളെ എന്റെ വീട്ടിലേക്ക് അയക്കാൻ തനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഏയ്, സത്യത്തില് വേദയുടെ വിവാഹത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടൊന്നുമില്ല. ചിന്തിക്കാലോ.